സുഹൃത്തുക്കളെ, പലപ്പോഴും ഈ മലയാള സിനിമയുടെ ഒരു ഭാഗ്യത്തെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. എത്ര കാലത്തെ കാത്തിരിപ്പാണ് മോഹൻലാൽ മമ്മൂട്ടിയും ഒരു സ്ക്രീനിൽ. പാട്രിയേറ്റ് ചിത്രീകരണം പൂർത്തിയായി എന്നാണ്. കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഈ രണ്ടാമത് കാണുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കുറച്ച് നടന്മാരെ കാണാം. മമ്മൂക്കയുണ്ട്, മോഹൻലാലുണ്ട്, കുഞ്ചക്ക ബോബനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമയിൽ മമ്മൂക്കയും മോഹൻലാലും കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഒരു ഇൻഡസ്ട്രി അതിഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനെന്ന് ഞാൻ കരുതുന്നത് അത് ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ആ ഒരു നടനാണ്. നോക്കൂ, ഏറെ കാലത്തിന് ശേഷം, കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 19 വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനും ഒരൊറ്റ സിനിമയിലേക്ക് കാലെടുത്ത് കുത്തുന്നത്. അതും പാട്രിയേറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയിലാണ്. ഈ സിനിമയെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പോൾ കിട്ടുന്നത് ഇതൊരു സ്പൈ ത്രില്ലർ സിനിമയായിരിക്കുമെന്നാണ്. എന്തൊക്കെയായാലും ഒരു കുറേ ഫൈറ്റുകളും മറ്റൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ഈ സിനിമയ്ക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു പാക്കപ്പ് അവസാനമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ അഭിനയത്തോട് കൂടിയിട്ടാണ് അത്ര ഈ ഒരു ഇതിൻ്റെ പാക്കപ്പ് തീർന്നു പോയത്. ഈ ഒരു സിനിമയുടെ ചിത്രീകരണത്തെക്കുറിച്ച് പറയുന്നത് ഏകദേശം 1 വർഷത്തോളം ഈ സിനിമയുടെ ചിത്രീകരണം നീണ്ടുന്നു. ഒരുപാട് രാജ്യങ്ങളിലാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള പ്രധാനപ്പെട്ട വലിയ വലിയ നഗരങ്ങളിലെല്ലാം ഈ ഒരു സിനിമ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അവസാനമായിട്ട് നമ്മുടെ കൊച്ചിയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത് പാക്കപ്പ് ആയതെന്ന് നമുക്ക് കിട്ടുന്ന വിവരം. നോക്കൂ, ഈ സിനിമയുടെ സംവിധായകനിലേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സിനിമ എത്രത്തോളം നന്നാകും എന്നാണല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്. 2 സിനിമകളാണ് നമ്മുടെ മുമ്പിലേക്ക് ആ ഒരു സംവിധായകൻ്റെതായിട്ട് വന്നിട്ടുള്ളത്. ഒന്ന് ടേക്ക് ഓഫ് എന്ന് പറയുന്ന സിനിമയാണ്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് വലിയ പിടുത്തമില്ല. പാർവതി തിരുവോത്ത് അതിഗംഭീരമായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ്. ആസിഫ് അലി ഉണ്ട്, നമ്മുടെ ടൊവിനോ തോമസ് ഒക്കെ അഭിനയിച്ച സിനിമയായിരുന്നു ടേക്ക് ഓഫ് എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമ ആളുകൾ ഒരു വലിയ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയ ഒരു സിനിമ കൂടിയാണ്. പലവിധ തോന്നലുകളെയും ചില കൺസെപ്റ്റുകളൊക്കെ ശക്തമായിട്ട് എതിർക്കാനൊക്കെ ആ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു സിനിമയുടെ ശേഷം പിന്നീട് ഇതേ സംവിധായകന്റെ പേര് മഹേഷ് നാരായൺ എന്നാണ്. ആ മഹേഷ് നാരായൺ നമുക്ക് രണ്ടാമതൊരു സിനിമ തന്നത് അത് ഫഹദ് ഫാസിലിനെ വെച്ച് ഇറക്കിയ ഒരു സിനിമയാണ്. മാലിക് എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. ചില ആളുകളുടെ കഥകൾ പറയുന്ന ആ ഒരു സിനിമയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യത്തിന് കൊണ്ടുപോയത് ഈ 2 സിനിമകൾക്ക് ശേഷമാണ്. ഒരു വലിയ ബജറ്റോട് കൂടിയിട്ടാണ് ഈ സിനിമ ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും മോഹൻലാൽ ഉള്ളപ്പോൾ, ഫഹദ് ഫാസിൽ ഉള്ളപ്പോൾ, ടൊവിനോ തോമസ് ഉള്ളപ്പോൾ, നമ്മുടെ ആസിഫ് അലി ഉള്ള, അവസാനം മമ്മൂക്ക, ഇത്തരം ആളുകളെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ തന്നെ ഇവരുടെ റെമ്യൂണറേഷൻ മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ തുകയാണ്. ഇനി ഇതിൽ എത്ര പേര് പൈസ വാങ്ങിച്ചു, എത്ര പേര് പൈസ വാങ്ങിച്ചില്ല എന്നൊന്നും വലിയ പിടുത്തമില്ല. ഇനി 2020 എന്ന് പറയുന്ന സിനിമയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണ്. അന്ന് ആ സിനിമ നിർമ്മിച്ച മനുഷ്യൻ്റെ പേര് ദിലീപ് എന്നാണ്. അന്നാണ് ആളുകൾക്കൊക്കെ ദിലീപിൻ്റെ കയ്യിൽ ഇത്രയ്ക്ക് പൈസ ഉണ്ടോ എന്നൊക്കെ തോന്നലൊക്കെ തോന്നിപ്പോയത്. എന്തായാലും ആ ഒരു 2020 സിനിമയ്ക്ക് ശേഷം മലയാളത്തിലെ എല്ലാ പ്രമുഖ താരങ്ങളും ഒരുമിച്ച് വരുന്ന ഒരു സിനിമ എന്ന നിലയ്ക്ക് ഈ സിനിമയ്ക്ക് അങ്ങനെ കൂടിയൊരു മുഖമുണ്ട്, അങ്ങനെ കൂടിയൊരു പ്രാധാന്യമുണ്ട്. അതായത് മോഹൻലാലിൻ്റെ ആരാധകർ മാത്രമല്ല, മമ്മൂക്കയുടെ ആരാധകർ മാത്രമല്ല, മറ്റു നടന്മാരെ സ്നേഹിക്കുന്ന ആളുകൾ കൂടി ഇവന്മാർക്കൊക്കെ ഏതൊക്കെ രീതിയിലാണ് സ്പേസ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഇത്തരം സിനിമകൾക്കുള്ള വലിയ പ്രശ്നം അതാണ്. മമ്മൂട്ടി മകൻ മോഹൻലാലുള്ള സമയത്ത് മമ്മൂട്ടിക്ക് മോഹൻലാലിന് ഈക്വൽ ആയിട്ടുള്ള സ്പേസ് വേണ്ടി വരും. ഒന്നെങ്കിൽ മമ്മൂട്ടിയെ രക്ഷിക്കാൻ വരുന്ന ഒരാളായിട്ട് മോഹൻലാലിനെയും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിക്കുന്ന, ഇതൊക്കെയാണല്ലോ ഇത്തരം സിനിമകളൊരു രീതി. ഇതൊക്കെ ഇതിലുണ്ടെന്നതാണ്. മമ്മൂട്ടിക്ക് മോഹൻലാലിന് പുറകെ ഇതിൽ ഫഹദ് ഫാസിൽ, കുഞ്ചാക്ക ബോബൻ, നയൻതാര, രേവതി തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞിട്ടില്ല രാജീവ് മേനോൻ, ഡാനിഷ് ഹുസൈൻ, ഷഹീൻ സിദ്ദിഖ്, സനൽ അമൻ, ദർശന രാജേന്ദ്രൻ എന്നീ പറയുന്ന കുറേ പുത്തൻ ആളുകളൊക്കെ അതിലുണ്ട്. അതുപോലെ തന്നെ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പ്രകാശ് ബെലവാടി എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. നിങ്ങൾ മദ്രാസ് കഫേ എന്ന് പറയുന്ന സിനിമ, പത്താൻ തുടങ്ങിയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം കൂടി ഈ ഒരു താരനിരകൾക്കൊപ്പം ഇതിൽ അഭിനയിക്കുന്നുണ്ടെന്നതാണ്. എനിക്കിതിന് ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആകുന്നു എന്ന്, അല്ലെങ്കിൽ ഇഷ്ടമാകാൻ സാധ്യത എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സംഗീത സംവിധാനമാണ്. സുഷിൻ ശ്യാമാണ് അതിൻ്റെ സംഗീതം സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സുഷിൻ ശ്യാമാണ് ഇതിൻ്റെ സംഗീതം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു വണ്ടർ സാധനമായിരിക്കും. സുഷിനൊക്കെ മമ്മൂക്കയുടെ ഒരു സിനിമയ്ക്ക്
എൻ്റെ ഒരു വലിയ പ്രോബ്ലം ഇതാണ്. ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതൊന്നും എഴുതി വെക്കാത്തതുകൊണ്ട് ആ സിനിമയുടെ പേരങ്ങ് മറന്നു പോകും. മമ്മൂക്കയുടെ ഒരു വണ്ടർ സിനിമയുണ്ട്. ആ സിനിമയ്ക്ക് മമ്മൂക്കയ്ക്ക് കൊടുത്തിട്ടുള്ള മമ്മൂക്കയുടെ സ്വാഗിനൊക്കെ കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നൊക്കെ പറയുന്ന ഒരു രക്ഷയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ആ സിനിമയുടെ പേരൊക്കെ മറന്നു. എന്തൊക്കെയായാലും അദ്ദേഹം നല്ല താടി മുടിയൊക്കെ വളർത്തിയിട്ടുള്ള സിനിമയാണ്. ഒരു റെട്രോ സിനിമയായിരുന്നു. എന്തായാലും ആ സിനിമയ്ക്കൊക്കെ അതിലെ ഒട്ടുമിക്ക നടന്മാർക്കും കൊടുത്തിട്ടുള്ള സ്വാഗിനൊക്കെ കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതേ മനുഷ്യൻ തന്നെയാണ് ഈ സിനിമയ്ക്കും വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ ഇതേവരെ കാണാത്ത, ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഒരു വിഷ്വൽ മാജിക് തന്നെയായിരിക്കും ആ ഒരു സിനിമയിൽ ഉണ്ടായിരിക്കുക എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും 2026 ഏപ്രിലാണ് ഇതിൻ്റെ ചിത്രീകരണത്തെ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ മുമ്പിലേക്ക് ആ സിനിമ എത്തുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും കണ്ടു കഴിഞ്ഞാൽ മാത്രം ആണ് അതിൻ്റെ ഒരു ബാക്കി പത്രമൊക്കെ പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ എനിക്ക് തോന്നിപ്പോകുന്നത് ഒരു ഫിലിം ആസ്വാദകൻ എന്ന നിലയ്ക്ക് മലയാളികളെ ഒട്ടുമിക്ക ആളുകൾ ഒരേപോലെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന, ഒരേപോലെ തന്നെ ആസ്വാദനത്തിൻ്റെ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും ഇറങ്ങുക. 2020 സിനിമ ശേഷമല്ലേ എല്ലാ നടന്മാരും ഒരുമിക്കുന്നൊരു സിനിമ വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം തിരക്കഥയിലും മറ്റും കൊടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം എന്നാണ് എനിക്കിപ്പോൾ വിചാരിക്കാനുള്ളത്. ബൈ.